എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടണം? കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് ചെയർമാന്റെ കേരളത്തിലെ വസതി ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിനെ കേന്ദ്ര അന്വേഷണ ഏജൻസി വിശേഷിപ്പിച്ചത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെയ്ഡ് എന്നാണ്. ഇപ്പോഴത്തെ റെയ്ഡിന് ആസ്പദമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 3 കുറ്റകൃത്യങ്ങളുടെ പേരിൽ നിരോധിക്കപ്പെട്ട ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഉദയം. പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കന്മാരും സിമിയിൽ പ്രവർത്തിച്ചിരുന്നവരുമാണ്. 2012 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ നിരോധിത ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനമായ സിമി മറ്റൊരു രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ 27 കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവയെല്ലാം വർഗീയ വിദ്വേഷത്തിന്റെ ഫലമായി ഉണ്ടായ കൊലപാതകങ്ങൾ ആയിരുന്നുവെന്നും സത്യവാങ്മൂലം തുടർന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതിനും 2 വർഷങ്ങൾക്ക് ശേഷം 2014 കേരള സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറ്റൊരു സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയമായ രഹസ്യ അജണ്ട തുറന്നു കാട്ടുന്നതായിരുന്നു. വ്യാപകമായ മതപരിവർത്തനങ്ങളിലൂടെ സമൂഹത്തെ ഇസ്ലാമിക വൽക്കരിക്കുക, വിവിധ സാമൂഹിക പ്രശ്നങ്ങൾ വർഗീയവൽക്കരിച്ച് മുതലെടുക്കുക, തീവ്രവാദത്തിലേക്കും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്കും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ഇസ്ലാമിന്റെ ശത്രുക്കളായി മുദ്രയടിച്ച് എതിരാളികളെ ഉന്മൂലനം ചെയ്യുക തുടങ്ങിയ സംഘടനയുടെ രഹസ്യ അജണ്ടകൾ സത്യവാങ്മൂലം കോടതിക്ക് മുമ്പിൽ തുറന്നു കാട്ടി. ഈ സത്യവാങ്മൂലത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അതിന്റെ മുൻഗാമിയായ NDF-ന്റെയും പ്രവർത്തകർ 27 വർഗീയ കൊലപാതകങ്ങളിലും 36 കൊലപാതക ശ്രമങ്ങളിലും വർഗീയത പ്രസരിപ്പിക്കുന്ന മറ്റ് 106 കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളതായി ഊന്നിപ്പറഞ്ഞു. 2010 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി പ്രവാചക നിന്ന ആരോപിച്ച് വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു. ആ കേസിലെ മുഖ്യപ്രതിയായ അഷ്റഫ് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക കോടതിയുടെ വിധി പ്രകാരമാണ് പ്രൊഫസറുടെ കൈപ്പത്തി വെട്ടിമാറ്റിയത് എന്നാണ്. പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം സമുദായത്തിലെ വിവിധ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ടെന്നും ഈ പ്രശ്നങ്ങൾ ഈ ഇസ്ലാമിക കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരാൻ നിർബന്ധിക്കാറുണ്ടെന്നും പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2010 ജൂലൈയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ട് അടുത്ത 20 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കുവാനുള്ള പോപ്പുലർ ഫ്രണ്ട് ശ്രമങ്ങളെ കുറിച്ച് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞത്. 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. വിവാഹവും പ്രണയവും പണവും ആയുധമാക്കിക്കൊണ്ട് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനായി പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന സംഘടിത നീക്കങ്ങൾ തുറന്നു കാട്ടുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. സമാനമായ നിരീക്ഷണം മുഖ്യമന്ത്രിക്ക് മുമ്പ് തന്നെ അന്നത്തെ CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടും നടത്തിയിരുന്നു. 2017 NIA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുവെന്നും അവർ തീവ്രവാദ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുവെന്നും ബോംബുകളും ആയുധങ്ങളും നിർമ്മിക്കുന്നുവെന്നും ഇത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് UAPA പ്രകാരം സംഘടനയെ നിരോധിക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. NIA പരിശോധിച്ച ലവ് ജിഹാദ് കേസുകളിൽ മിക്കവയിലും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട സമാനമായ ഒരു കൂട്ടം ആളുകളും സംഘടനകളും കക്ഷികളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്നതിന് സഹായം നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഹാദിയ കേസിൽ NIA സുപ്രീം കോടതിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2009
ഒരു ലവ് ജിഹാദ് കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷയുടെ വിധി പറയവേ പോലീസ് അന്വേഷിച്ച പല ലവ് ജിഹാദ് കേസുകളുടെയും കേസ് ഡയറിയും പോലീസ് റിപ്പോർട്ടുകളും പരിശോധിച്ചുകൊണ്ട് ലവ് ജിഹാദ് കേസുകളിൽ പോപ്പുലർ ഫ്രണ്ടും അനുബന്ധ സ്ഥാപനങ്ങളും നടത്തുന്ന ഇടപെടൽ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതായി ജസ്റ്റിസ് ശങ്കരൻ വിധിന്യായത്തിൽ കുറിച്ചിട്ടുണ്ട്. 2 കോളേജ് വിദ്യാർത്ഥിനികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ഷെഹൻഷാ എന്ന മുസ്ലിം യുവാവിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് ജസ്റ്റിസ് ശങ്കരൻ പുറപ്പെടുവിച്ച കോടതി വിധിയിലാണ് ശ്രദ്ധേയമായ ഈ പരാമർശമുള്ളത്. 2017 ഒക്ടോബറിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു ഒളിക്യാമറ ഓപ്പറേഷനിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗം മേധാവിയായ സൈനബ AS പോപ്പുലർ ഫ്രണ്ട് ക്രിസ്ത്യൻ ഹിന്ദു യുവതികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നതായി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി വഴി കഴിഞ്ഞ 10 വർഷത്തിനിടെ 5000-ഓളം ആളുകളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയതായി സൈനബ പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് അടുത്തിടെ ആലപ്പുഴയിൽ നടത്തിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള റാലിയിൽ ഒരു 10 വയസ്സുകാരൻ മുഴക്കിയ കൊലവിളി മുദ്രാവാക്യങ്ങൾ കേരളം നടുക്കത്തോടെയാണ് ശ്രവിച്ചത്. അന്യമതസ്ഥരുടെ കാലന്മാരാണ് ഞങ്ങൾ, സൂക്ഷിച്ചു ജീവിച്ചോ എന്നും മറ്റുമുള്ള താക്കീത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ മുഖം വെളിവാക്കുന്നതാണ്. 2022 മെയ് 13 കേരള ഹൈക്കോടതി പോപ്പുലർ ഫ്രണ്ടും SDP ഒക്കെ തീവ്രവാദ സംഘടനകളാണെന്നും ഇവയൊന്നും ഇതുവരെ നിരോധിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്നും ചോദിച്ചിരുന്നു. ഹൈക്കോടതി ജഡ്ജി K ഹരിപാലിൻ്റെതായിരുന്നു ആ നിരീക്ഷണം. തീവ്രവാദ പരിശീലനവും ബോംബ് നിർമ്മാണവും ഹവാല പണമിടപാടുകളും മുതൽ വർഗീയ പ്രചാരണങ്ങളും സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്ന മതപരിവർത്തനവും ലവ് ജിഹാദും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അതിന്റെ അനുബന്ധ സംവിധാനങ്ങളുടെയും പങ്ക് പകൽ പോലെ വ്യക്തമായിരിക്കെ അവരെ നിയന്ത്രിക്കുന്നതിന് പൊതുസമൂഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ഉത്തരവാദിത്തമുള്ള സർക്കാർ ഇനിയും അമാന്തിച്ചുകൂടാ.